chef at home. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരു കേക്ക് പോപ്സ് ആണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ടീ കേക്ക് എടുത്ത് അതിനെ നല്ല രീതിയിൽ സ്മാഷ് ചെയ്യണം. ഒട്ടും കട്ടയില്ലാതെ നല്ല രീതിയിൽ നമുക്കിത് ബോളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉടച്ചെടുക്കുന്നത്. ആ ഒരു ഷേപ്പിന് വേണ്ടി നമ്മളതിനെ ആദ്യം കട്ടയില്ലാതെ ഉടച്ചെടുക്കുന്നു. അതിലേക്ക് നമ്മൾ ക്രഷ് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഒഴിക്കുകയാണ്. അതിൽ നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷ്, ജാം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ചെറിയൊരു ലിക്വിഡ് ഇതിന് വേണ്ടിയിട്ട് അതൊന്ന് ചെറിയൊരു ഇതുപോലെ നമുക്ക് കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ക്രഷ് നമ്മളിതിൽ ആഡ് ചെയ്തത്. നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് എടുത്തു, നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്തു. അതിനെ ബോർഡ് പരുവത്തിലാക്കി ഒരേ വലുപ്പത്തിലുള്ള ബോളാക്കി നമ്മൾ മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ ആ ബോളിലേക്ക് നമ്മൾ സ്റ്റിക്ക്, നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് അതുമേ ജസ്റ്റ് കുത്തി ഇറക്കി. എന്നിട്ടാണ് നമ്മളിതിനെ ഇപ്പോൾ നമ്മൾ ഫുള്ള് ബോളുകളാക്കി ആദ്യം മാറ്റി വെച്ചു. അതെല്ലാം ബോളുകളാക്കി പിന്നെ നമ്മൾ സ്റ്റിക്ക് അതിന്മേൽ കുത്തി ഇറക്കി. ഇനിയാണ് നമ്മൾ ഈ ഒരു ഐറ്റത്തിനെ നമ്മൾ ഫ്രീസ് ചെയ്യാണ്. ഒരു 10 മിനിറ്റോളം അതിനെ ശരിക്കും ഫ്രീസ് ചെയ്യാൻ വെച്ചു. വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് എടുത്തു, അതിനെ നമ്മൾ മെൽറ്റാക്കി. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് അല്പം ഷുഗർ, അല്പം ഗ്രീൻ കളർ ആഡ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. അതിൻ്റെ നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് നമ്മൾ മെൽറ്റാക്കിയത് അതിലാദ്യം ഡിപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്റ്റിക്ക് ബോള് പിന്നെ നമ്മൾ ആ ഒരു കോക്കനട്ടിൻ്റെ മാരിനേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്തു. അതിനെ നമ്മളൊരു പേപ്പർ കപ്പിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. ഇത് ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ടീ കേക്ക് ജസ്റ്റ് നമ്മൾ സ്മാഷ് ചെയ്ത് ബോളുകളാക്കി മാറ്റി വെച്ചു. അതിന് നമ്മൾ സ്റ്റിക്ക് അതിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ഫ്രീസ് ചെയ്തു. വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് കോക്കനട്ടും ഗ്രീൻ കളറും അല്പം ഷുഗറും ആഡ് ചെയ്ത ഇതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. മുന്നോട്ട് ഫ്രീസ് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമുക്ക് ഫംഗ്ഷനും കല്യാണത്തിനൊക്കെ ഡെസേർട്ടായിട്ട് നമുക്ക് കൊടുക്കാം. കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.